നമസ്കാരം. ഓം നമ ശിവായ. ഹിന്ദുമതത്തിലെ മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഗരുഡ പുരാണത്തിൽ പറഞ്ഞിട്ടുണ്ട്. കുടുംബത്തിലെ ഒരാളുടെ മരണശേഷം ഗരുഡ പുരാണം പാരായണം ചെയ്യുന്നു. അതായത് സാധാരണയായി ഒരു കുടുംബാംഗത്തിൻ്റെ മരണശേഷം ആളുകൾ അവരുടെ സാധനങ്ങൾ ഒരു ഓർമ്മയായിട്ട് ഉപയോഗിക്കാറുണ്ട്, അല്ലേ? ചിലർ മരിച്ച ആളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നശിപ്പിച്ച് കളയാറുണ്ട്. അങ്ങനെ ഓർമ്മകൾ സൂക്ഷിക്കേണ്ടതില്ല എന്നാണ് അവർ വിശ്വസിക്കുന്നത്. ഹിന്ദുമതത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് നിരവധി വിശ്വാസങ്ങൾ നിലവിലുണ്ട്. പലർക്കും പല വിശ്വാസങ്ങളാണ്, പലയിടങ്ങളിലും പല വിശ്വാസങ്ങളാണ്. ഗരുഡ പുരാണം അനുസരിച്ച് നിങ്ങളുടെ വേണ്ടപ്പെട്ടവരുടെയോ മറ്റോ മരണശേഷം അവരുടെ 3 കാര്യങ്ങൾ അബദ്ധത്തിൽ പോലും നിങ്ങൾ ഉപയോഗിക്കരുത് എന്നാണ് പറയുന്നത്. അതായത് ഗരുഡ പുരാണം അനുസരിച്ച് മരിക്കുന്ന ഒരു വ്യക്തിയുടെ ആഭരണങ്ങൾ ഒരിക്കലും നിങ്ങൾ ഉപയോഗിക്കരുത്. ഇതുമൂലം മരിച്ച ആളുടെ ആത്മാവിൻ്റെ ഊർജം ആഭരണങ്ങൾ ധരിച്ച വ്യക്തിയിലേക്ക് എത്തും എന്നാണ് പറയുന്നത്. പുതിയ രീതിയിൽ നിർമ്മിച്ച് നിങ്ങൾക്ക് ഈ ആഭരണങ്ങൾ വേണമെങ്കിൽ ഉപയോഗിക്കാം, പക്ഷെ അതേപടി ആ ആഭരണം ഉപയോഗിക്കരുത്. മരിച്ചയാൾ മരണത്തിന് മുൻപ് നിങ്ങൾക്ക് ആഭരണങ്ങൾ സമ്മാനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഉപയോഗിക്കാനാകും. ഗരുഡ പുരാണം അനുസരിച്ച് മരണശേഷവും മരിച്ചയാളുടെ ആത്മാവിന് ലൗകിക ബന്ധം ഉപേക്ഷിക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ അവരുടെ വസ്ത്രങ്ങൾ ആത്മാവിനെ ആകർഷിക്കാൻ പ്രേരിപ്പിക്കുമത്രേ. ഒരാളുടെ മരണശേഷം അയാളുടെ വസ്ത്രങ്ങൾ ദാനം ചെയ്യണമെന്നാണ് ഗരുഡ പുരാണ പ്രകാരം പറയുന്നത്. ഇത് ആത്മാവിന് ശാന്തിയും മോക്ഷവും ഒക്കെ നൽകുമെന്നും പറയുന്നു. ഗരുഡ പുരാണം അനുസരിച്ച് കുടുംബത്തിലെ ഒരാളുടെ മരണശേഷം അയാൾ കൈത്തണ്ടയിൽ ധരിച്ചിരുന്ന വസ്തുക്കൾ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല എന്നും പറയുന്നുണ്ട്. ഇത്തരം വസ്തുക്കൾ ധരിക്കുന്നത് നെഗറ്റീവ് എനർജിയുടെ പ്രഭാവം വർദ്ധിപ്പിക്കും. അതിനാൽ മരിച്ച ആളുടെ ചരട്, വള എന്നിവ നിങ്ങൾ ഒരിക്കലും ഉപയോഗിക്കരുത് എന്നാണ് ഗരുഡ പുരാണത്തിൽ പറയുന്നത്. ഗരുഡ പുരാണ പ്രകാരം 3 കാര്യങ്ങളാണ് പറയുന്നത്. അത് ഒന്ന് ആഭരണങ്ങളാണ്. മരിച്ച ആളുടെ ആഭരണങ്ങൾ മരിച്ചതിന് ശേഷം ആ ആഭരണം അതേപടി ഉപയോഗിക്കരുത്. അത് മാറ്റി പുതിയ ഡിസൈനൊക്കെ ആക്കി വേണമെങ്കിൽ ഉപയോഗിക്കാം. പിന്നെ വസ്ത്രങ്ങൾ, മരിച്ച ആളുടെ വസ്ത്രങ്ങൾ ദാനം ചെയ്യുക, ആ വസ്ത്രങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. മറ്റൊന്നെന്ന് പറയുന്നത് അവരെ കയ്യിൽ ധരിച്ച ചരടോ അല്ലെങ്കിൽ വളയോ മറ്റെന്തെങ്കിലും മോതിരമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉപയോഗിക്കരുത്.